ഫോർട്ടിഫയറിന്റെ ഒരു കൺവെൻഷണൽ പാനല്. ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് RP2002 എന്ന് പറഞ്ഞ നമ്പറാണ് വരുന്നത്. ഇത് അതിന് 2 7H ബാറ്ററി ഉണ്ട്. 24 വോൾട്ട് DC യിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരു എബോർട്ട് സ്വിച്ച് വരുന്നുണ്ട്. ഈ റൂമിൽ ഒരു ഡോറേ ഉള്ളൂ, അതുകൊണ്ട് ഒരു എബോർട്ട് സ്വിച്ച് വരുന്നുണ്ട്, ഒരു MCP വരുന്നുണ്ട്. ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്, മാനുവൽ പുൾസേഷൻ ആണ് വരുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ സിലിണ്ടർ, അതുപോലെ ഇത് റിസർവ് സിലിണ്ടർ. അതുപോലെ ഈ മെയിൻ സിലിണ്ടറിനെ കണക്ട് ചെയ്ത് തന്നെ വേറൊരു സിലിണ്ടറും ഉണ്ട്. അതിന്റെ ഓപ്പറേറ്റ് ചെയ്ത് അതിനെ ആക്റ്റീവ് ചെയ്യാനുള്ള പൈപ്പാണ് പോകുന്നത്. അത് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഈ സിലിണ്ടറിന്റെ സോളിനോട്, അതായത് ഈ സോളിനോട് ഈ സിലിണ്ടറിനെ ആക്റ്റീവ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലീൻ ഏജന്റ് ആയിട്ടുള്ള ഗ്യാസ് ഇതുവഴി പോയി ആണ് ആ സിലിണ്ടറിന്റെ സോളിനോടായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു ഈ ഒരു സോളിനോഡിനെ ആക്റ്റീവ് ആയാൽ ഇതിന്റെ പിന്നെ എത്രത്തോളം വെളിയിൽ വരുന്നത് കണ്ടോ. ഇതാണ് ആക്റ്റീവ് ആയ ഒരു സോളിനോഡിന്റെ ഒരു പിന്നിന്റെ വെള്ളിലേക്ക് വരുന്ന അതിന്റെ ഒരു ഇത്. അതുപോലെ ആക്റ്റീവ് ആകാത്ത ഒരു സോളിനോട് ഞാൻ കാണിച്ചു തരാം. നോക്കി, ഇതിന്റെ പെന്നിന്റെ ലെങ്ത് നോക്കി, വെളിയിലോട്ട് എത്ര പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ. ഇത്ര പ്രൊജക്ട് ചെയ്തിപ്പോളൂ. അതുപോലെ ആക്റ്റീവ് ആയ ഒരു സോളിനോഡിന്റെ കണ്ടോ, അതിന്റെ ആ ടിപ്പ് എത്രത്തോളം വെള്ളോട്ട് പ്രൊജക്ട് ചെയ്തിപ്പോണെന്നുണ്ടോ. ഇതാണ് ഒരു സിലിണ്ടർ, ഒരു ടൈപ്പ് സിലിണ്ടർ. 350 LBSന്റെ ഒരു സിലിണ്ടർ ആണ്. ഇതിനകത്ത് നമുക്ക് ഗേജ് വരുന്നുണ്ട്. ഇപ്പൊ സിലിണ്ടർ നല്ല കണ്ടീഷനാണ്. റീചാർജ് ആണെങ്കിൽ ഇതിനകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് കുറവായിരിക്കും. അതിൽ ഓവർ ചാർജ് ആണെങ്കിൽ സിലിണ്ടർ ഹീറ്റ് ആകുമ്പോഴൊക്കെ ഇത് ഓവർ ചാർജ് കാണിക്കും. അതുപോലെ ഇതിൽ സൂപ്പർവൈസർ സ്വിച്ചാണ് വരുന്നത്. നമ്മുടെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. ഗ്യാസ് റിലീസ് ലൈറ്റ് അത് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണിത്. DP സ്വിച്ച് പറയും ഗ്യാസ് റിലീസ് ആകുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്ത് മേപ്പോട്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെളിയിൽ ലൈറ്റ് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. ഇത് നമ്മുടെ ഗ്യാസ് കടന്നു പോകുന്ന മാനിഫോൾഡിന് മേളിലായിട്ടുള്ള പൈപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, സിലിണ്ടർ പോകുന്ന ഞാൻ പറയില്ലേ, ആ സിലിണ്ടേഴ്സ് ആണ് ഇത്. ഇതിന്റെ ഇത് റിസർവ് സിലിണ്ടർ, ഇത് മെയിൻ സിലിണ്ടർ. അതുപോലെ ഇതിനെ സോളിഡായിട്ട് വർക്ക് ചെയ്യുന്ന അതിന്റെ ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് വന്നിട്ടാണ് ഇതിനെ ആക്റ്റീവ് ചെയ്ത് ഈ സിലിണ്ടർ റിലീസ് ആക്കുന്നത്. റിലീസ് ആയി കഴിഞ്ഞാൽ ഈ ഓസ് വഴി മാനിഫോൾഡ് വഴി നേരെ നോസിലോട്ടാണ് ഇതിനെ സ്പ്രെഡ് ആവുന്നത്.